ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ISROയിൽ വന്നിരിക്കുന്ന ഏകദേശം 75-ൽ പരം ഉള്ള അപ്രൻറ്റിസ് വാക്കൻസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇതിലേക്ക് ബിടെക് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും ITI അതുപോലെ തന്നെ ഡിപ്ലോമ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മറ്റുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സാമോ അതല്ലെങ്കിൽ മറ്റുള്ള ഫീസോ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മാർക്ക് ബേസിലായിരിക്കും ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും അതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഓരോ കാറ്റഗറിയിലോട്ട് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് തുടങ്ങിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ISROന്റെ കീഴിലുള്ള ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ അപ്രൻറ്റിസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. 75 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഇവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് പരിശീലനം വരുന്നത് ഒന്നല്ലെങ്കിൽ ബാംഗ്ലൂർ, അതല്ലെങ്കിൽ ലക്നൗ, അതല്ലെങ്കിൽ ശ്രീ വിജയപുരം ആണ് ഇതിൻ്റെ പരിശീലനം വരുന്നത്. ഒരു വർഷത്തെ ഇതാണ്. അതിന് നമുക്ക് മാസം മാസം സ്റ്റൈഫൻഡ് ആയിട്ട് പ്രൊവൈഡും ചെയ്യും. ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ പഠിച്ചിരിക്കുന്ന ആ ഒരു ഗ്രാജുവേഷൻ്റെ മാർക്ക് മാത്രം മതി. അതല്ലാതെ എക്സാമോ മറ്റുള്ള അനുബന്ധ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതായത് ബിടെക് പഠിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കണം. കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്ട്രീമിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഡിഗ്രി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ അപ്രൻറ്റിസ് വാക്കൻസി ഉണ്ട്. ഡിപ്ലോമ അപ്രൻറ്റിസ് കമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്നുള്ള വാക്കൻസി ഉണ്ട്. ITI പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മാസം മാസം കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. www.isro.gov.in എന്നുള്ള വെബ്സൈറ്റിൻ്റെ അകത്ത് കരിയേഴ്സ് പേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാം. കറക്റ്റായിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് ഓരോ കാറ്റഗറിയിലും വന്നിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണമാണ് കേട്ടോ. ഈ ഒരു PDF-ൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് ഡിഗ്രിയാണോ കഴിഞ്ഞിരിക്കുന്നത് അതിൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ നമ്മളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നത്. അത് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറയുന്നതായിരിക്കും. ആ ഒരു ഡേറ്റിന് അതാത് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ 3 ലൊക്കേഷൻ ഉണ്ടല്ലോ, അതിലെവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രൊസീജിയർ നടക്കുക. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ഇവർ കോൺടാക്ട് ചെയ്യും. നമുക്ക് പോയിട്ട് ഇതുപോലെ 1 വർഷം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ടുള്ള സ്റ്റൈഫൻഡ് ലഭിക്കും. മാത്രമല്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID ത്രൂ ആയിരിക്കും ഇവരെ നോട്ടിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഇവരുടെ മെയിൽ IDയിലോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതിനു മുൻപ് നാറ്റ്സിൻ്റെ ഒഫീഷ്യൽ പേജിൻ്റെ അകത്ത് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പിൻ്റെ ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. nats.education.gov.in എന്നാണ് ഇതിൻ്റെ അകത്തത്തെ പേര്. അതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ID ലഭിക്കുന്നതായിരിക്കും, കോഡ്. അതിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു കോഡ് കിട്ടിയതിന് ശേഷം വേണം ഈ ഒരു ISROൻ്റെ അപ്രന്റീസ്ഷിപ്പിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാതും മെയിൽ IDയിലോട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഇവരുടെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് 3 റീജിയൻ ആയിട്ടാണ് വരുന്നത്. സദേൺ റീജിയൻ ഉണ്ട്, നോർത്തേൺ റീജിയൻ ഉണ്ട്, ഈസ്റ്റേൺ റീജിയൻ ഉണ്ട്. നിങ്ങൾ ഏതിലാണോ പെടുന്നത് ആ ഒരു കറസ്പോണ്ടിങ് മെയിൽ IDയിലോട്ട് ഇവിടെ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അറ്റാച്ച് ചെയ്തിട്ട് മെയിൽ അയക്കാം ഈ കാണുന്ന മെയിൽ IDയിലോട്ട്. ഇതിൻ്റെ അകത്ത് മെയിൽ അയക്കേണ്ടത് SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏത് ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയോ ഡിപ്ലോമയോ ആയിക്കോട്ടെ, അതിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഓൾ സെമസ്റ്ററിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള നാറ്റ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും ഓരോരുത്തർക്ക്. ആ ഒരു നമ്പറും കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്, അത് വിട്ടു പോകരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം നാറ്റ്സിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന എൻറോൾമെൻറ്റ് നമ്പർ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ട് ഉള്ള ആ ഒരു അറ്റാച്ച് ചെയ്തിട്ട് ഈ കാണുന്ന മെയിൽ IDയിലോട്ട് ഏത് റീജിയൻ ആണോ അതിൻ്റെ കറസ്പോണ്ടിങ് മെയിൽ IDയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഏപ്രിൽ 27 27-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് അവർ നോക്കിയിട്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചവർ നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ മെയ് 20 21 ആയിരിക്കും അതിൻ്റെ ഇൻ്റർവ്യൂ പ്രൊസീജിയർ. ലക്നൗ ആണെങ്കിൽ മെയ് 14 and 15. ഇനി ശ്രീ വിജയപുരം ആണെങ്കിൽ ഏപ്രിൽ 29 and 30 ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്. കറക്റ്റായിട്ട് തന്നെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വേക്കൻസി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.